സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഇപ്പൊ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. അല്ല എന്താ സാർ? അവള് രാവിലെ ചായ എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് കലക്കി തന്നു. ഈ ഒരു കഷായം കുടിക്കുമ്പോഴാണല്ലോ നല്ലൊരു ചായ ഇട്ടുന്ന ആളിനെ ഓർക്കുന്നത്. അതിനെന്താ, ചായ ഇപ്പൊ വേണോ സാറിന്? ഏയ് വേണ്ട വേണ്ട, വന്ന കാര്യം പറയും. ഞങ്ങള് അടുത്ത ദിവസം മുതല് പാടത്തിറങ്ങിയാലോന്ന് ആലോചിക്കുക. ഒരു വിരോധവും ഇല്ല. പാലക്കാട് നിങ്ങൾ നെൽകൃഷിയല്ലേ ചെയ്തത്? അതെ. പിന്നെ ഇവിടെ നെൽകൃഷി വലിക്കുന്നുള്ള എനിക്കറിയില്ല. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നുള്ളൂ. തൽക്കാലം ഇവിടെ ഇപ്പൊ മറ്റു കൃഷികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ പച്ചക്കറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാ. പച്ചക്കറി അത് നല്ല ഏർപ്പാടാ. ഇവിടെ ഇപ്പോ എല്ലാവർക്കും കൊള്ള ലാഭം കിട്ടുമെന്നാണ് അറിയുന്നത്. നമ്മൾ തമ്മിലൊരു കരാറ് വേണ്ടേ? എന്ത് കരാറ്? നിങ്ങളൊരു കൃഷി ആരംഭിച്ചാൽ ആ കൃഷി മുഴുവൻ എന്റേതാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. എനിക്കെന്തിനാണോ ഇതൊക്കെ? അല്ല, ഈ മുദ്ര പേപ്പറിൽ എഴുതൊന്നും വേണ്ട. ഞാനൊരു തുക കൊണ്ടുവന്നിട്ടുണ്ട്, അത് മേടിച്ചുകൊണ്ടൊരു അനുവാദം തന്നാ മതി. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു എന്നല്ലാതെ അതിനായിട്ടൊരു പ്രതിഫലം പറ്റാൻ ഞാനില്ല. ഇതൊരു പ്രതിഫലമായിട്ട് കാണണ്ട. ഞങ്ങള് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ദക്ഷിണയായിട്ട് കണ്ടാ മതി. കൊടുക്ക. ഞാനോ? വേറൊന്നും പറയരുത്, ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവണം. എനിക്ക് മക്കളെ, എന്തിനാ കുട്ടികളെ ഇതൊക്കെ? എന്തു പറ്റി സാറിന്? സാറിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ കണ്ണ് നിറഞ്ഞു പോവും. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതേ ലോകത്തിന്റെ ഏതോ ഒരറ്റത്ത് നമ്മൾ മാത്രം പെട്ടുപോകുക എന്ന് പറയില്ലേ, അതുപോലെയാ. ആൾക്കാർ നിങ്ങളോട് കളിയാക്കി പറഞ്ഞില്ലേ ഇതൊരു ഭാർഗവ നിലയൊന്ന്? ഉണ്ട്. ജീവന്റെ അഡ്വക്കേറ്റിനെ നമ്മൾ മാറ്റുക. എന്തിന്? നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്തി എന്നെ ജയിൽ മോചിതനാക്കാമെന്ന് വക്കീൽ പറഞ്ഞു. അഡ്വക്കേറ്റ് കോൺഫിഡൻ്റാ. എന്തു പറ്റി? ഇതിനകത്ത് കിടക്കുമ്പോ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ? ആത്മവിശ്വാസത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല. പക്ഷേ ദേ ചെയ്യാനുള്ള കാര്യങ്ങൾ വൈകി പോകുമ്പോൾ അല്പം മനപ്രയാസമുണ്ട്. നവദമ്പതികളെ ജീവിതം ആഘോഷിച്ച് തീർക്കുക, നമ്മളെ രണ്ടാളോടുള്ള വാശി പോലെ. കുറച്ചു കാലം സന്തോഷിക്കട്ടെ, അല്ലേ? കുറച്ചു കാലം, വളരെ കുറച്ചു കാലമേ ഉള്ളൂ. അതിനുള്ളിൽ കാണാവുന്ന കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർക്കട്ടെ. അതൊക്കെ പോട്ടെ, വീണ എന്താ പുതിയൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞ്? ഞാൻ വിപിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ കൂടെ. അത് ശരി, നീ എങ്ങനെ തേടി പിടിച്ചു? ഞാൻ തേടിപ്പിടിച്ചതല്ല, എന്നെ അന്വേഷിച്ചു വന്നതാ. ഓ, വിപിനൊരു വല്ലാത്ത ഉദ്ദേശത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വന്നത്. എന്നെയും കുഞ്ഞിനെയും കൂട്ടിച്ചല്ലാതെ വിപിന്റെ അച്ഛന്റെ സ്വത്ത് വിപിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ കൂടെ പോകാൻ തീരുമാനിച്ചത്? വിപിന് വിപിന്റേതായ ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് എന്റെയും. ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വിപിന്റെ സമ്പത്തുണ്ടല്ലോ, അതെനിക്ക് വേണം. എന്തു പറ്റി? ഏയ്,
ഒരുപക്ഷെ താമസിയാതെ ഞാൻ അവിടെയും നീ ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്നൊരു തോന്നല്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ജീവൻ. ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് കുഴിയിൽ വീണത്. ഒരിക്കൽ എന്നെ ചതിച്ചവനോട് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. വിപിൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ജയിലിന് പുറത്ത് നിൽക്കുക. അവനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്തു പറയുന്നു തന്റെ ഫ്രണ്ട്? എനിക്ക് അവൻ ഫ്രണ്ടൊന്നുമല്ല. ശരിക്കു പറഞ്ഞ എനിക്ക് ഏറ്റവും ആദ്യം ശത്രുത തോന്നിയ ഒരുത്തനാ. പക്ഷേ ശത്രുക്കളുടെ ശത്രുവും മിത്രമെന്ന് കേട്ടിട്ടല്ലേ? അങ്ങനെയാ ഞാൻ ഇപ്പൊ അവനെ കാണുന്നത്. ജീവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യ വിപിൻ. ശത്രുക്കളെയെല്ലാം തീർക്കാനല്ലേ? അതെ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യവും ഞാൻ മറക്കില്ല വിപിൻ. വേദനിപ്പിച്ച ആരോടും ഞാൻ പൊറുക്കില്ല. അപ്പോ ആ കൂട്ടത്തിലല്ലേ ഞാനും? വിപിൻ ചെയ്ത തെറ്റ് വിപിൻ പരിഹരിച്ചല്ലോ. എന്നെ എന്തിനാ പക? ഞാൻ തകർന്നു പോയൊരു നിമിഷത്തില് എന്നെ സഹായിക്കാൻ എത്തിയില്ലേ? അതിന്റെ നന്ദി ഇന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഹരിയും നിത്യയും സുജാതയും ഒന്നും അങ്ങനെയല്ല. എന്നെ അവര് പരിഹസിച്ചതിന് ഒരു കണക്കുമില്ല. ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ അവർക്കുള്ളപ്പോഴും എന്നെ പരിഹസിക്കുന്ന കാര്യത്തില് അവരൊന്നാ. അടിയേൽക്കുന്ന ഓരോ നിമിഷത്തിലും ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, എന്നെങ്കിലും ഒരിക്കൽ ഞാനിതിന് പകരം വീട്ടുവന്ന്.